ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. 11 മണി വരെ 27.65% പോളിംഗ്. 121 മണ്ഡലത്തിലാണ് വോട്ടെടുപ്പ്. തേജസ്വി യാദവും സമ്രാട് ചൗധരിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ ഇന്ന് ജനവിധി തേടുന്നുണ്ട്. ബീഹാറിൽ NDA വിജയിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവകാശപ്പെട്ടു. പോളിംഗ് ആദ്യഘട്ടത്തിൽ വളരെ മന്ദഗതിയിലായിരുന്നു തുടങ്ങിയിരുന്നത്. പക്ഷേ ഒരു 9-10 മണിയോടെ പോളിംഗ് ഉയരുന്ന ഒരു കാഴ്ചയാണ് ബീഹാറിലെ പല ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും നമ്മൾ കാണുന്നത്. മാത്രമല്ല 121 സീറ്റുകളിലാണ് ഇത്തവണ ഈ ഒന്നാം ഘട്ടം നടക്കുന്നത്. ഇതിൽ 61 സീറ്റും RJD മഹാസഖ്യം നേരത്തെ ജയിച്ച ഒരു ഏരിയ കൂടിയാണ്. മാത്രമല്ല പട്നയും അതിനോട് ചേർന്ന് കിടക്കുന്ന പട്ന ഒരു ഭൂരിഭാഗം കൂടുതലും ജയിച്ചിരിക്കുന്നത് BJPയും JDUവും ആണെങ്കിൽ പോലും ഈ ഗ്രാമപ്രദേശങ്ങളിൽ RJDക്ക് വളരെ ശക്തിയുള്ള ഒരു സ്ഥലം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. ഇതിനിടയിലാണ് ഈ യാദവ വിഭാഗത്തിൽ നിന്നും യാദവ കുടുംബത്തിൽ നിന്നും നിരവധി പേരുടെ വോട്ടുകൾ റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത പുറത്തു വരുന്നത്. പലവരും ബൂത്തിലെത്തിയതിനു ശേഷം അവർ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷമാണ് പറയുന്നത് തങ്ങളുടെ വോട്ടുകൾ റദ്ദാക്കിയതായി കണ്ടെത്തിയിരിക്കുന്നു. കാരണം നേരത്തെ അവർ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ തന്നെ ഈ വോട്ടർ പട്ടികയിൽ അവരുടെ പേര് ഇല്ല എന്നുള്ളൊരു കാര്യം വ്യക്തമായിരുന്നു. അവർ കൃത്യമായ രേഖകൾ സഹിതം ഈ BLOക്ക് സമർപ്പിച്ചതാണ്. BLO വോട്ടർ പട്ടികയിൽ ഇവരുടെ പേരുണ്ടെന്ന് ഉറപ്പ് നൽകിയതിനു ശേഷമാണ് ഇവർ ഐഡന്റിറ്റി കാർഡുമായി ബൂത്തിലെത്തുന്നത്. ആ സമയത്താണ് ഇവർക്ക് വോട്ടില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാകുന്നത്. ഇതിൽ ശ്രദ്ധേയമായിട്ടുള്ളത് ഇത് പിന്നോക്ക യാദവ വിഭാഗത്തിൽപ്പെട്ടവരുടെയും ദളിതുകളുടെയും മഹാദളിത് വിഭാഗത്തിലെയും കുടുംബ അംഗങ്ങളുടെ വോട്ടുകളാണ് വ്യാപകമായി ഈ മേഖലയിൽ നിന്നും റദ്ദാക്കപ്പെട്ടിരിക്കുന്നത്.